അയ്യ വണക്കം. അങ്ങനെ സകല ആൾക്കാരും കാത്തിരുന്ന ആ നിമിഷമെത്തി. ജബ്രികൾ വേർപിരിയാണ് സുഹൃത്തുക്കളെ, ജബ്രികൾ വേർപിരിയാണ്. ഇന്നലെയാണ് ബിഗ് ബോസ് സീസൺ 6 എവിക്ഷൻ ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മുടെ ജാസ്മിനും ഗബ്രിയുമായിരുന്നു എവിക്ഷൻ്റെ ഏറ്റവും അവസാനം വന്നിരുന്നത്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഉദ്വേഗഭരിതമായ നിമിഷത്തിനിടയിൽ ആദ്യ പുറത്തു പോകും എന്നിങ്ങനെ നോക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗബ്രിയാണ് എവിക്റ്റഡ് ആയിരിക്കുന്നത്. ഇത് കണ്ട ജാസ്മിന് എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗബ്രി എവിക്റ്റ് ആയ ഉടനെ തന്നെ ജാസ്മിൻ അവിടെ കിടന്ന് അയ്യോ അമ്മ അയ്യോ 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 എനിക്ക് വയ്യ അയ്യോ അച്ഛോ അമ്മ അയ്യോ 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 എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് കാണിക്കണേന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഒരു വേട്ടാവളയെന്നുണ്ടല്ലോ ഈ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഡാൻസ് കളിക്കുന്ന, അതുപോലെ ഗബ്രി പോലെ ഗബ്രി ഗബ്രി പോലെ ഗബ്രി എന്ന് പറഞ്ഞുള്ള ഡാൻസും കൂത്തും എന്തൊക്കെ ബഹളമായിരുന്നു. അവസാനം ഗബ്രി അവിടെ കിടന്ന് കൊച്ചു കുട്ടികളെ പോലെ പെരുമാറില്ലേ, വലിയ കുട്ടികളെ പോലെ പെരുമാറ് എന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ചിട്ട് അയ്യോ അമ്മ അച്ഛോ എനിക്കില്ലേ, എനിക്കിനി ആരുമില്ലേ, അയ്യോ എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യേ, എൻ്റെ പൊന്നോ അയ്യോ അയ്യോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള നാടകങ്ങളൊക്കെയാണ് ഇന്നലെ ബിഗ് ബോസ് സീസൺ 6 അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഗബ്രി പോയ ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ടോക്കുകളും ഇവരുടെ പ്രണയബന്ധത്തെക്കുറിച്ച് തുടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ നമുക്കിതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ടോക്സിക് പ്രണയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ എപ്പോഴും നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള കേരളം പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ഈ ടോക്സിക് പ്രണയം, ഇതിലാരാണ് ടോക്സിക്, അപ്പം അതൊക്കെ കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഈ കണ്ടവരെ ജീവിതത്തിലൊക്കെ പ്രണയങ്ങളൊക്കെ എടുത്ത് കീറി മുതങ്ങേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്. അപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഇതിൽ ആരാണ് ശരി എന്ന് പറയുന്നത്? ഗബ്രിയാണ് ശരി എന്ന് പല ആൾക്കാരും പറയുന്നു, അല്ല ജാസ്മിനാണ് ശരി എന്ന് പല ആൾക്കാരും പറയുന്നു. പക്ഷേ എൻ്റെ ഒരു വീക്ഷണ കോണത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന് ഗബ്രിയോട് മുടിഞ്ഞ പ്രണയമാണ്. പക്ഷേ ഗബ്രി എന്ന് പറയുന്ന വേട്ടാവളിയെ ജാസ്മിനോട് ഇതുവരെ തനിക്ക് പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല, ജാസ്മിനോട് ഇതുവരെ നിന്നെ ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ജാസ്മിനെ ഇട്ട് ബിഗ് ബോസ് ഷോയിൽ കിടന്ന് വട്ടം ചുറ്റിക്കുകയാണ്. അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നങ്ങ് തുറന്ന് പറയണം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നങ്ങ് തുറന്ന് പറയണം. ഇത് രണ്ടുമല്ലാതെ നിനക്ക് ഞാൻ ക്ലാരിറ്റി തന്നിട്ടില്ല, ഞാൻ ക്ലാരിറ്റി കൊടുത്തത് അവക്കാണ്, നിനക്കുള്ള ക്ലാരിറ്റി ഇനി ഞാൻ തരാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ മാനസിക നില തെറ്റിക്കുന്ന ആ ഒരു സാഹചര്യം അത് ശരിയായിട്ടുള്ള ഇടപാടല്ല. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയുക. ആ പ്രശ്നം അതോടുകൂടി അവിടെ തീരും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം സോഷ്യൽ മീഡിയയിലേക്ക് സംസാരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ബിഗ് ബോസിലെ ഏറ്റവും നല്ല പരിശുദ്ധ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ പേർലിഷ് ദമ്പതികളുടെ ആയിരുന്നു. പേർലിയുടെയും ശ്രീനിഷിന്റെയും. യഥാർത്ഥത്തിൽ ഫസ്റ്റ് ബിഗ് ബോസ് വന്നപ്പോൾ എല്ലാവരും ഒന്ന് സംശയിച്ചു, ഇത് പ്രണയമാണോ അതേ തേപ്പാണോ അതേ വെറുതെ ഇൻഫാക്ച്വേഷൻ ആണോ? പക്ഷെ അങ്ങനെയല്ല. അവരുടെ പ്രണയം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പ്രണയമായിരുന്നു. അത് വിവാഹത്തിലേക്ക് എത്തി. ഇപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളുമായി അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഈ കേസ് പറയുമ്പോൾ ഇത് എന്ത് തരത്തിലുള്ള പ്രണയമാണ് എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. കാരണം ജാസ്മിന് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിൽ ജാസ്മിൻ നിൽക്കുമ്പോഴാണ് ജാസ്മിൻ ബിഗ് ബോസിനകത്തേക്ക് വരുന്നത്. ബിഗ് ബോസിനകത്ത് വന്നിട്ട് ജാസ്മിൻ അവിടെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി. അങ്ങനെ 2 റിലേഷൻഷിപ്പ്. നമ്മുടെ മോഹൻലാൽ ചോദിക്കും പോലെ 1 കോയ 2 കോയ എന്ന് 2 കോയ എന്ന് മോഹൻലാൽ ചോദിക്കും പോലെയാണ് ജാസ്മിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ പുറത്തുള്ള റിലേഷൻഷിപ്പിലുള്ള അയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, എനിക്ക് ഇനി ജാസ്മിനെ വേണ്ട എന്നുള്ള രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. ജാസ്മിൻ ആദ്യം ബിഗ് ബോസിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഫ്രണ്ട്സ് ആണടാ, ഈസ് മൈ ബെസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനം ഇന്നലെ കൃത്യമായിട്ട് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി. ഗബ്രി എവിക്റ്റ് ആയപ്പോൾ ജാസ്മിൻ നമ്മുടെ അലിൻ ജോസ് പെരേര കിടന്ന് കാണിക്കുന്നത് പോലെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ജാസ്മിൻ്റെ ഈ പുറത്തുള്ള പ്രണയം ജാസ്മിൻ ഉപേക്ഷിച്ച് ജാസ്മിൻ അകത്ത് വന്നൊരു പ്രണയം തുടങ്ങാനുള്ള സാഹചര്യത്തിൽ അത് ഒന്നും ആകാതെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിലും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു പ്രണയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു പ്രണയത്തിൽ പോകുന്നതിനോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല എന്ന് പല ഗുൽമോഹറുകളും പറയുമായിരിക്കും. പക്ഷേ പൊതുസമൂഹത്തിന് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയത്തിലുള്ള ആളോട് ഇല്ലടാ എനിക്കിത് പറ്റില്ല, എനിക്ക് ഇതിനെക്കാട്ടിലും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോകുന്നതാണ് ഒരു മാന്യത എന്ന് പറയുന്നത്. അങ്ങനെ മാന്യമായിട്ട് പറഞ്ഞു പോകുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ മാന്യമായിട്ട് പറഞ്ഞു പോകാതെ ഇവിടെയും വെച്ച് അവിടെയും വെച്ച് ഇതൊരു നല്ലൊരു ഏർപ്പാടല്ല എന്നുള്ളതാണ് ഒരു പൊതുസമൂഹത്തിന് പറയാനുള്ളത്. പിന്നെ നമ്മളൊന്നും ആധുനിക മൈത്രേയന്മാരൊന്നും അല്ലല്ലോ. 2 പ്രണയം ആവാം, 2 16 പ്രണയം ആവാം എന്ന് പറയാൻ നമ്മളൊന്നും ആധുനിക മൈത്രേയന്മാരൊന്നും അല്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ വേർപിരിക്കുകയാണ്. ഇനി ജാസ്മിൻ്റെ അതിനകത്തുള്ള അവസ്ഥ എന്താകും എന്നാണ് നമുക്കെല്ലാവർക്കും കണ്ടറിയേണ്ടത്. ഗബ്രി എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞു, ജാസ്മിൻ എന്തായാലും അകത്തായി കഴിഞ്ഞു. ഇനി ജാസ്മിനും പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും ഇവരുടെ മൊത്തത്തിലുള്ള അവസ്ഥ, നാട്ടുകാർ ഇവരെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എല്ലാവരും കാണുന്ന ഒരു ഷോ ആണല്ലോ. ഇവരുടെ വീട്ടിനകത്ത് ക്യാമറയൊന്നും ഇല്ലാതെ നടത്തുന്ന ഒരു കാര്യമല്ലല്ലോ. നാട്ടുകാർ ഇവരെ എങ്ങനെ കാണുന്നു എന്ന് നമുക്കറിയണം.
ഇവരുടെ വീട്ടുകാരെ ഇത് എത്രത്തോളം അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി അഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യം നമുക്കറിയണം. ഗബ്രിയും ജാസ്മിനും ഒന്നിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടെ കേരളക്കര ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരി.